Dear students, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ക്രോമസോമൽ അബറേഷൻസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സ്ട്രക്ചറൽ അബറേഷൻസ് ഓഫ് ക്രോമസോംസ് ആണ് ഡീൽ ചെയ്യുന്നത്. സ്ട്രക്ചറൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ക്രോമസോംസിൻ്റെ മോർഫോളജിയിൽ, അതായത് അതിൻ്റെ ആ ഒരു ലെങ്തിന് എന്തെങ്കിലും വ്യത്യാസം വരിക, അതല്ലെന്നുണ്ടെങ്കിൽ അതിലുള്ള ജീൻസിൻ്റെ അറേഞ്ച്മെൻറ്റിന് എന്തെങ്കിലും വ്യത്യാസം വരിക. അപ്പം എയ്തർ ചേഞ്ചസ് ഇൻ ദ മോർഫോളജി ഓർ ദി ആർക്കിടെക്ചർ ഓഫ് ദി ക്രോമസോംസ്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സ്ട്രക്ചറൽ അനോമലീസ് ഓർ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഓഫ് ക്രോമസോംസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഒന്നുകിൽ നമ്മുടെ ക്രോമസോംസിൽ ലെങ്ത് കുറയുന്നു, അതായത് കുറച്ച് ജീൻസ് നഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ ലെങ്ത് കൂടുന്നു ബിക്കോസ് ഓഫ് ദ ഗെയിൻ ഓഫ് സം കൈൻഡ് ഓഫ് ജീൻസ്. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ജീൻസ്. ഇപ്പം നമുക്കറിയാം പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീൻസിൽ നിന്നാണ് ഇൻഫർമേഷൻസ് വരിക. ഇപ്പോൾ ജീൻസിലിരിക്കുന്ന ന്യൂക്ലിയോടൈഡ്സിനെ പോലെ അതേ ഓർഡറിലായിരിക്കും അമിനോ ആസിഡ്സ് ഉണ്ടാവുക, അതേ ഓർഡറിലായിരിക്കും നമുക്കൊരു പ്രോട്ടീനും ഉണ്ടാവുക. അപ്പം ഈ ജീൻസിനൊക്കെ റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻസിനും അതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും. ദാറ്റ് വിൽ ലീഡ് ടു അബ്നോർമാലിറ്റീസ് ഓർ സിൻഡ്രോംസ് എന്നുള്ളതാണ്. ഇനി നമുക്ക് 4 തരത്തിലാണ് ക്രോമസോമിൻ്റെ സ്ട്രക്ചറൽ അബറേഷൻസ് കണ്ടുവരാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ ഡിലീഷൻ ഓർ ദ ഡെഫിഷ്യൻസി, സെക്കൻഡ് ഈസ് ദ ഡ്യൂപ്ലിക്കേഷൻ, തേർഡ് ഈസ് ദ ഇൻവേർഷൻ ആൻഡ് ഫോർത്ത് ഈസ് ദ ട്രാൻസ്ലോക്കേഷൻ. വൺ ബൈ വൺ എന്താണെന്ന് നോക്കാം. ഡിലീഷൻ ഓർ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ദി ലോസ് ഓഫ് വൺ ഓർ മോർ ന്യൂക്ലിയോടൈഡ്സ് ഫ്രം എ സെഗ്മെൻറ്റ് ഓഫ് ദ DNA. DNA-യുടെ ഒരു സെഗ്മെൻറ്റ് എടുത്താൽ അതിൽ നിന്ന് കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ന്യൂക്ലിയോസൈഡ്സ് എന്താണ്, ന്യൂക്ലിയോടൈഡ്സ് എന്താണ്, ഈ ബേസിക്സ് ഒക്കെ കഴിഞ്ഞ സെമിസ്റ്ററിലെ സെൽ ബയോളജി കോഴ്സിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ DNA-യുടെ അകത്ത് നിന്ന് കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് പോവാം, അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ക്രോമസോംസിൻ്റെ അകത്ത് നിന്നും കുറച്ച് ജീൻസുകൾ നഷ്ടപ്പെട്ടു പോകാം. അത് തന്നെ നമുക്ക് 2 രീതിയിലാകാം. എയ്തർ ദ ഡിലീഷൻ ക്യാൻ ഹാപ്പൻ ഫ്രം ദ ടെർമിനൽ പാർട്ട് ഓഫ് ദ ക്രോമസോം, അല്ലേ? അതിൻ്റെ അറ്റത്ത് നിന്നായിരിക്കാം പോവാം. അങ്ങനെ അറ്റത്ത് നിന്നാണ് പോകുന്നതെങ്കിൽ നമുക്കതിനെ ടെർമിനൽ മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇനി അങ്ങനെയല്ല, ഇൻറ്റേർണൽ പാർട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എസ് എയ്തർ ഇൻ്റർകാലറി ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ ഡെഫിഷ്യൻസി എന്ന് പറയാം. ഇനി ഹോമോസൈഗസ്, ഹെട്രോസൈഗസ് എന്ന് പറയുന്ന ടേംസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഹോമോസൈഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ, ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യസ്തങ്ങളാണ് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം ഹോമോസൈഗസ് ഡിലീഷൻ ഓർ ഹോമോസൈഗസ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെയർ ക്രോമസോം ഇങ്ങനെ ഇരിക്കുമ്പം ഇതിലെ 2 മെമ്പേഴ്സിൽ നിന്നും നമുക്ക് ഏതെങ്കിലുമൊക്കെ ജീൻസുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ദ ഹോമോസൈഗസ് ഡെഫിഷ്യൻസി ഇൻ വിച്ച് ബോത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദി ഹോമോലോഗസ് ക്രോമസോംസ് ആർ മിസ്സിംഗ് സം കൈൻഡ് ഓഫ് ജീൻസ്. ചില കേസസിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ചില ജീൻസുകളൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ലീതാലിറ്റി. ലീതാലിറ്റി മീൻസ് നമുക്ക് മരണം വരെ സംഭവിക്കാം. ഇനി ഹെട്രോസൈഗസ് ഡെഫിഷ്യൻസി ആണെങ്കിലോ നമുക്കിതുപോലെ 2 ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലൊരു കുറച്ച് ജീൻസ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ലോസ് ഇൻ 1 മെമ്പർ ഓഫ് ദി ഹോമോലോഗസ് ക്രോമസോം ആണെങ്കിൽ നമുക്കതിനെ ഹെട്രോസൈഗസ് ഡെഫിഷ്യൻസി എന്ന് പറയാം. ഇത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലെ ഒരു പെയർ ക്രോമസോം ഉണ്ട്. ഇത് സെൽ ഡിവിഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഈ 2 ക്രോമസോമും ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിൽക്കും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് പിന്നെ അത് നേരെ ഹാഫായിട്ട് 2 സെൽസിലേക്കും പോവുക. ഇനി ഈ സെൽ ഡിവിഷൻ്റെ സമയത്ത് വേറൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കും, റീകോമ്പിനേഷൻ. ഇതിപ്പം ഈ 2 ക്രോമസോംസിനെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇതുപോലെ ഒരു മറ്റേ ക്രോമസോമിൻ്റെ ഈ ആമാണിത്. ഈ ഭാഗവും തമ്മിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ക്രോസിങ് ഓവർ, ഒരു റീകോമ്പിനേഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ശരിക്കും സംഭവിക്കുക? ഈ ഒരു ഭാഗം കണ്ടോ, ഈ ക്രോസ് പോലെ ഇരിക്കുന്ന ഭാഗത്തിന് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെയാണ് സിനാപ്സിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിനാപ്സിസ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ക്രോമസോംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഒരു ഹാഫ് ഉള്ള ക്രോമസോം ഭാഗങ്ങൾ, അതായത് ഇവിടുന്ന് ഇത്രയും ഭാഗം മുറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാം, അതേപോലെ ഇവിടുന്ന് ഇത്രയും ഭാഗം മുറിഞ്ഞിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ടും വരാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോമസോമിന് അകത്തുള്ള ജീൻസുകൾ തമ്മിലൊരു എക്സ്ചേഞ്ച് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹെട്രോസൈഗസ് ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ഒരു റീസൺ. ഇതുപോലെ സിനോപ്സിസിൻ്റെ സമയത്ത് പെയറിങ് നടന്നു, റീകോമ്പിനേഷനൊക്കെ നടന്നു, പക്ഷേ അത് പിന്നീട് അത് അൺപെയർ ചെയ്ത് പോകാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഡിലീഷൻ സംഭവിക്കുക. അത് ഹെട്രോസൈഗസ് ഡെഫിഷ്യൻസിയുടെ കേസിൽ നമുക്കൊരു റീസൺ ആയിട്ട് അതൊക്കെ പറയാം. ഇനി ഹെട്രോസൈഗസ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ ഒരു ഡെഫിഷ്യൻസി വന്നു എന്ന് വിചാരിക്കുക. ഇതുപോലെ നമ്മൾ സങ്കല്പിക്കുക, ഇതുപോലെ ഇതൊരു പെയർ ഹോമോലോഗസ് ക്രോമസോമാണ്. ഇതിൽ ഈ പറയുന്ന ഒരു ലോക്കസിൽ ഒരു പർട്ടിക്കുലർ ജീൻ ഇരിപ്പുണ്ട്, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യണം.
അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ഭാഗത്തുണ്ടായിരുന്നത് ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു ജീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ജീൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് റെസസീവ് ആണെന്നും വിചാരിക്കുക. അപ്പോൾ ഈ റെസസീവ് ആയിട്ടുള്ള ജീനിനൊരു അവിടെ ഒരു ഫേവറബിൾ കണ്ടീഷൻ കിട്ടുകയാണ് ടു എക്സ്പ്രസ് ദിസ് ക്യാരക്ടർ അല്ലേ. പക്ഷേ ഇത് ശരിക്കും ഡൊമിനൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് റെസസീവ് തന്നെ ആയിരുന്നു. അപ്പുറത്തിരിക്കുന്ന ഡൊമിനൻ്റ് ജീൻ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇയാൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളതാണ്. ആ കണ്ടീഷനെ നമ്മൾ സ്യൂഡോ ഡൊമിനൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതൊരു ഡെമോൺസ്ട്രേഷനാണ്. ഇതാ ഒരു നോർമലായിട്ടുള്ളൊരു ക്രോമസോം നമ്മൾ കാണിക്കുകയാണ്. ഇതിൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ജീൻസ് ആണെന്ന് സങ്കല്പിക്കുക. ABCDEFGHIJ എന്ന് പറയുന്ന ജീൻസുകൾ ഒരു ക്രോമസോമിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡിലീഷൻ സംഭവിച്ചപ്പോൾ എന്താ പറ്റിയത്? ഈ പറയുന്ന C എന്ന് പറയുന്ന ജീന് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങ് ഡിലീറ്റഡ് ആയിപ്പോയി എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയൊക്കെ ഉള്ള കേസസിൽ നമുക്കിപ്പോൾ അറിയാം ഇതെല്ലാം ഓരോ അബ്നോർമാലിറ്റീസ് ആയിട്ട് വരും. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ക്രൈ ഡ്യൂഷാറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഒരു ഡിസീസാണ്. ഇത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിഫ്ത്ത് ക്രോമസോമിൻ്റെ അപ്പർ ആം അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും കുറച്ച് ജീൻസ് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഈ ക്രൈഡ്യൂഷാറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ സംഭവിക്കാം, മാൽഫോംഡ് ലാരിൻസ് സംഭവിക്കാം, അവരുടെ വോയിസൊക്കെ നമ്മളുടെ നോർമലായിട്ടുള്ള വോയിസ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ടുള്ള ഈ ഒരു കണ്ടീഷനോടുകൂടി ജനിക്കുന്ന കുട്ടികളുടെ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു ക്യാറ്റ് ലൈക്ക് ക്രൈ ആയിരിക്കും. അതുകൊണ്ടാണ് ക്രൈ ഡ്യൂഷാറ്റ് സിൻഡ്രോം എന്ന രീതിയിലൊക്കെ പേരും വന്നിരിക്കുന്നത് കേട്ടോ. ക്യാറ്റ് ക്രൈ സിൻഡ്രോം. പിന്നെ സ്മോൾ ഹെഡ്, ലോ സെറ്റ് ഇയേഴ്സ്, പ്രിമച്വർ ഗ്രേയിങ് ഓഫ് ദി ഹെയേഴ്സ് ഒക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ്. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ അഫക്റ്റഡ് ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ അവരുടെ ഇൻഫൻസി പീരീഡിലോ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലോ മരണപ്പെട്ടു പോകാറാണ് ചെയ്യാറ്. ഇൻഫൻസി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 1 ഇയറിനെയാണ് നമ്മൾ ഇൻഫൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പം 1 വയസ്സിനുള്ളിലോ അതല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിലോ അവർ മരണപ്പെട്ടു പോകാം. ഓക്കെ, അതാണ് ഡിലീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡ്യൂപ്ലിക്കേഷൻ എന്തായിരിക്കും? ഒരു ഭാഗം പലതവണ റിപ്പീറ്റ് ചെയ്ത് വരാം. ഒരു സെറ്റ് ഓഫ് ജീൻസ് ഒന്നോ അതിലധികമോ റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമ്മളതിനെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് ഇവിടെ ഒരു എക്സാമ്പിൾ ഡെമോൺസ്ട്രേഷൻ നോക്കിക്കേ. ABCDEFG എന്ന് പറയുന്നത് ഇവിടെ DE എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റ് ഈ ഒരു ക്രോമസോമിൽ നോക്കിക്കേ, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. 1 സെഗ്മെൻറ്റ് റിപ്പീറ്റഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞത് 1 തവണ, 2 തവണ, 3 തവണ, 3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു. അപ്പം ശരിക്കും അതിൻ്റെ ലെങ്ത് അങ്ങ് വല്ലാതെ കൂടുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നടക്കുന്ന സ്ട്രക്ചറൽ ആയിട്ടുള്ള അനോമലിയെ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇത് തന്നെ 2-3 തരത്തിലുണ്ട്. ഇതിപ്പോൾ ഒരു നോർമൽ ക്രോമസോമിനെ നമ്മളിവിടെ കാണിച്ചേക്കാണ്. ABCDEFG എന്ന് കാണിക്കുന്നു. ഈ EFG എന്ന് പറയുന്ന ഒരു ജീൻ കണ്ടോ, ഇവിടെ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും. ഇനി ഈ ഒരു കേസിൽ ഇത് EFG റിപ്പീറ്റ് ചെയ്ത് വന്നു, പക്ഷേ അതിൻ്റെ ഒരു ഓർഡർ നേരെ റിവേഴ്സ് ആയിപ്പോയി അല്ലേ. റിവേഴ്സ് ആയിപ്പോയത് കൊണ്ട് നമ്മളതിനെ റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും. ഇനി ഈ ഒരു കേസിൽ എന്താ സംഭവിച്ചത്? EFG ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പോയി ജോയിൻ ചെയ്തത് ഇപ്പുറത്തെ ആമിലേക്ക് അല്ലേ. ഒരു ക്രോമസോമിൻ്റെ 2 ആംസുകളാണിത്, ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോയി അത് ജോയിൻ ചെയ്തു. അതുകൊണ്ട് നമ്മൾ അതിനെ ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നു. ഇനി ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് യൂഷ്വലി ബാർ ഐസ് ഇൻ ഡ്രോസോഫില്ല എന്നുള്ളതാണ്. ഡ്രോസോഫില്ലയുടെ എക്സ് ക്രോമസോമിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു ജീനാണ് ഈ ക്യാപിറ്റൽ B. ഇപ്പോൾ ഈ ഒരു ജീനിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ ഡ്രോസോഫില്ലയുടെ കണ്ണുകൾക്കൊരു എന്താ പറയേണ്ട നോർമൽ കണ്ണിനെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കണ്ണുകൾക്കാണ് നമ്മൾ ബാർ ഐസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ, അതായത് ഒറ്റ B ജീൻ മാത്രമേ ഇവരുടെ എക്സ് ക്രോമസോമിൽ ഏതെങ്കിലും ഒരു എക്സ് ക്രോമസോമിൽ ഒരു ക്യാപിറ്റൽ B ജീൻ ഡോമിനൻ്റ് ആയിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ ഐസ് വിൽ ബി സ്മോളർ ദാൻ ദ നോർമൽ ഐസ് എന്ന് പറയാം. ഇനി ഹോമോസൈഗസ് കണ്ടീഷനിലാണെങ്കിലോ 2 ക്രോമസോമിലും ഈ B ജീനുണ്ട്. അപ്പോൾ ഡബിൾ Bയുടെ പ്രസൻസ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി കണ്ണുകൾ ചെറുതായിരിക്കും. ഇനി വളരെ അപൂർവം ചില കേസസിലൊക്കെ വളരെ ചെറിയ കണ്ണുകളായിരിക്കും ഈ ഡ്രോസോഫില്ലയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള കണ്ടീഷനെ നമ്മൾ ഡബിൾ ബാർ കണ്ടീഷൻ എന്ന് പറയും. അത് ബ്രിഡ്ജസ് ആൻഡ് മുള്ളറാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി 3rd ടൈപ്പ് ഓഫ് നമ്മുടെ ഈ ഒരു ക്രോമസോമൽ സ്ട്രക്ചറൽ അബറേഷൻ എന്ന് പറയുന്നത് ഇൻവേർഷൻ ആണ്. ഇൻവേർഷൻ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോമസോമിനുള്ളിൽ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. ഒരു സെഗ്മെൻറ്റ് ഓഫ് ക്രോമസോം വിൽ ബി റിവേഴ്സ്ഡ് എൻഡ് ടു എൻഡ് അറ്റ് 180 ഡിഗ്രി. അതായത് നേരെ 180 ഡിഗ്രി തിരിഞ്ഞിട്ടായിരിക്കും ഒരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുക. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഡയഗ്രാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം.
ഇത് ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ, ഇൻവേർഷൻ പോലെയൊക്കെ സംഭവിച്ചാൽ എന്താ നമ്മുടെ ഒരു റിസൾട്ട് എന്തായിരിക്കും? നമുക്ക് നേരത്തെ അടുത്തടുത്തല്ലായിരുന്ന ജീൻസുകളെ തമ്മിൽ അടുത്തടുത്ത് വരാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ജീൻസുകൾ ഓഫാകും, ചില ജീൻസുകൾ ഓൺ ആകും. എന്ന് പറയുമ്പം ആവശ്യമില്ലാത്തടത്ത് ചില പ്രോട്ടീൻസ് എക്സ്പ്രസ് ചെയ്യും, ആവശ്യമുള്ളിടത്ത് ചിലപ്പം പ്രോട്ടീൻസ് എക്സ്പ്രസ് ചെയ്യത്തില്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരാം. ചിലപ്പം ചില എൻസൈംസിൻ്റെ പ്രൊഡക്ഷനൊക്കെ അപ്പാടെ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വരാം. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ റിസൾട്ടിങ് എന്ന് പറയുന്നത് റോങ് പ്രൊഡക്ഷൻ ഓഫ് ദി പ്രോട്ടീൻസ് ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ഫിനോടൈപ്പ് ഓഫ് ദ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എന്ന് പറയാം. ഓക്കെ, ഇനി ഞാനൊരു പടം കാണിച്ചു തരാം. ഇതൊരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഇവിടെ നോക്കിക്കേ, ABCDEFGHI എന്ന് പറയുന്നത്, ഈ GHI എന്ന് പറയുന്ന ജീൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കണ്ടോ, ഇതേ സംഭവം തന്നെയാണ്, പക്ഷേ അത് നേരെ തിരിഞ്ഞു വന്ന് പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ദ ജീൻസ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻവേർട്ടഡ് ആണ്, 180 ഡിഗ്രിയിൽ തിരിഞ്ഞിട്ട് അത് വന്ന് ജോയിൻ ചെയ്തു. മുറിഞ്ഞു പോയിട്ട് തിരിച്ച് ജോയിൻ ചെയ്തു, പക്ഷേ റിവേഴ്സ് കണ്ടീഷൻ ആണെങ്കിൽ 180 ഡിഗ്രി തിരിഞ്ഞിട്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ രണ്ട് രീതിയിലുണ്ട്, പാരാസെൻട്രിക് ഇൻവേർഷൻ ആൻഡ് പെരിസെൻട്രിക് ഇൻവേർഷൻ. നിങ്ങൾക്ക് സെൻട്രോമിയർ എന്താണ് എന്നറിയാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം ആണ് അറ്റ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ എന്ന് വിചാരിക്കുക. ഈ ഒരു മിഡിൽ ഭാഗത്തിനെയാണ്, മിഡിൽ പോർഷൻ ഓഫ് ദ ക്രോമസോം ഈസ് നോൺ ആസ് എ സെൻട്രോമിയർ. ആൻഡ് ഇഫ് ദ ഇൻവേർട്ടഡ് സെഗ്മെൻറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ സെൻട്രോമിയർ, നമുക്ക് ഇൻവേർഷൻ നടന്ന ഭാഗം ഇവിടെ എവിടെയെങ്കിലുമൊക്കെയാണ്, ഈ സെൻട്രോമിയർ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ദാറ്റ് വിൽ ബി ടേംഡ് ആസ് എ പാരാസെൻട്രിക് ഇൻവേർഷൻ. ആൻഡ് ഇഫ് ഇൻ സം കേസസ് ദ സെൻട്രോമിയർ ലൈസ് വിതിൻ ദ ഇൻവേർട്ടഡ് സെഗ്മെൻറ്റ്, ഈ ഒരു ഭാഗത്താണ് ആ ഇൻവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ that condition is known as pericentric inversion. Okay. ഇനി അടുത്തതാണ് ട്രാൻസ്ലൊക്കേഷൻ. ട്രാൻസ്ലൊക്കേഷൻ ഇസ് എ ഫോർത്ത് ടൈപ്പ് ഓഫ് ക്രോമസോമൽ സ്ട്രക്ചറൽ അബറേഷൻ. ഇതെന്തായിരിക്കും ശരിക്കും സംഭവിക്കുക? ക്രോമസോംസിന് ഒരു റീഅറേഞ്ച്മെൻറ്റ് നടന്നു, അതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു റീഅറേഞ്ച്മെൻ്റ് ആണ്. നമുക്കത് എന്താണെന്ന് ഈ ഒരു പിക്ചറിൻ്റെ ഹെൽപ്പോടുകൂടി മനസ്സിലാക്കാം. ഒരു ക്രോമസോം ഒരു പെയർ ക്രോമസോമാണ്. ഇവിടെ നോക്കിക്കേ, ABCDEF, താഴത്തെ ക്രോമസോമിൽ GHIJKLM ഇങ്ങനെ കാണിച്ചു. ഇവിടെ ഒരു ട്രാൻസ്ലൊക്കേഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ BC എന്ന് പറയുന്ന ജീൻ ഇവിടുന്ന് മുറിഞ്ഞു മാറി തിരിച്ചു പോയത് ജോയിൻ ചെയ്തത് അപ്പുറയുള്ള ക്രോമസോമിലേക്കാണ്. അപ്പോൾ ഈ ക്രോമസോമിൻ്റെ ലെങ്ത് അങ്ങ് കണ്ടമാനം കുറഞ്ഞും പോയി, ഇതിൻ്റെ ലെങ്ത് കൂടുകയും ചെയ്തു. കണ്ടോ? അപ്പോൾ ഇതേപോലെ ജീൻ ഒരു സ്ഥലത്ത് നിന്നോ ഒന്നോ അതിലധികമോ ഒക്കെ ജീൻ അല്ലെങ്കിൽ ഒരു പോർഷൻ ഓഫ് എ ക്രോമസോം ദാറ്റ് വിൽ ബി ട്രാൻസ്ലൊക്കേറ്റഡ് ഫ്രം വൺ ക്രോമസോം ടു ദി അനദർ ക്രോമസോം. അത് അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു റീഅറേഞ്ച്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടും എന്തായിരിക്കും? അബ്നോർമൽ ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും. അതെല്ലാം തന്നെ നമുക്ക് ഓരോ സിൻഡ്രോമിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇവിടെ അൺബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൺബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ നമ്മുടെ ക്രോമസോമിൻ്റെ സ്ട്രക്ചറിനൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലല്ല അല്ലേ? ഒരെണ്ണത്തിൻ്റെ നീളം വല്ലാതെ കുറഞ്ഞു, ഒരെണ്ണത്തിൻ്റെ നീളം കൂടി, അതൊരു ബാലൻസ്ഡ് അല്ല. അതുകൊണ്ടാണ് നമ്മളതിനെ അൺബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടതൊരു ചോദ്യം, അപ്പോൾ ബാലൻസ്ഡ് ഉണ്ടോ, ബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അത് അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. നോക്കി, റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ക്രോമസോംസിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ഭാഗങ്ങൾക്ക് ആ ഒരു പൊസിഷൻ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഹാപ്പൻസ് വെൻ 2 parts of 2 chromosomes switch places ആണ്. രണ്ട് ക്രോമസോംസിലെ രണ്ട് ഭാഗങ്ങൾക്ക് ഈ ഒരു റീഅറേഞ്ച്മെൻറ്റ് കണ്ടാൽ അത് റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ. അത് രണ്ട് രീതിയിലാണ്, ബാലൻസ്ഡ് ഉണ്ട്, അൺബാലൻസ്ഡ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിൽ അൺബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞു, അതായത് ദർ ഈസ് എൻ അൺഈക്വൽ ഷെയറിങ് ബിറ്റ്വീൻ ദ ക്രോമസോംസ്. അപ്പം ഈക്വൽ ഷെയറിങ് ആണെങ്കിലോ നമുക്കതിനെ ബാലൻസ്ഡ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയാം. ഇതാ ഇവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഈ രണ്ട് ക്രോമസോം A ആൻഡ് ക്രോമസോം B. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഭാഗത്തും അങ്ങനൊരു ബ്രേക്കേജ് നടന്നു, ഇവിടെയും ഒരു ബ്രേക്കേജ് നടന്നു. അതിനുശേഷം ഈ രണ്ട് ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു, വന്ന് ഫിക്സ് ചെയ്തു. കണ്ടോ? അപ്പം ലെങ്തിന് കാര്യമായ വ്യത്യാസമൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് നമ്മളതിനെ ബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. അതേസമയം നമ്മൾ നേരത്തെ കണ്ടത് അൺബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ ആയിരുന്നു, നീളം വല്ലാതെ അങ്ങ് വ്യത്യാസം വന്നു എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇനി പറയുന്നത് ഒരു ടൈപ്പ് ട്രാൻസ്ലൊക്കേഷൻ നമ്മൾ റോബർട്ട്സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് സാധാരണ 46 ക്രോമസോംസ് ആണുള്ളത്. ചില കണ്ടീഷനിൽ നമുക്ക് ഒരെണ്ണം നഷ്ടപ്പെട്ടിട്ട് 45 ക്രോമസോം ഒക്കെ ആയിട്ട് വരാറുണ്ട്.
അപ്പോൾ ഇത് ചില സമയത്ത് ഈ 45 വരാൻ കാര്യം ഏതെങ്കിലും 2 ക്രോമസോംസ് തമ്മിൽ ഒന്നിച്ച് ചേരും, എന്നിട്ട് മിച്ചം വരുന്ന ഒരെണ്ണം വളരെ ചെറുതായിട്ടുള്ളൊരു ഭാഗം അത് നഷ്ടപ്പെട്ടും പോകും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് 46 ഉള്ളിടത്ത് വേണ്ടെടുത്ത് 45 ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ചില സമയത്ത് സംഭവിക്കും. അതിനെയാണ് നമ്മൾ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതുപോലെ ക്രോമസോംസ് ആണ് നമുക്കൊരു ബ്ലൂ കളറും ഓറഞ്ച് കളറിലും കാണിച്ചേക്കാണ്. ഇവിടെ ഒരു ബ്രേക്കേജ് നടന്നിട്ട് ഇവിടെയും ഒരു ബ്രേക്കേജ് നടന്നിട്ടുണ്ട്. ആ ഭാഗം നേരെ ഇവിടുന്ന് പോകുന്നു, പക്ഷേ പകരം ഇവിടെയും ഒരു ബ്രേക്കേജ് നടന്നു, ഈ ഭാഗം ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഈ ഒരു ബ്ലൂവും ഈ ഒരു ഓറഞ്ചും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഇത്രയും ലെങ്ത് ഉള്ള ഒരു ക്രോമസോം ഉണ്ടാവുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഭാഗവും ഇവിടെ പെൻഡിങ് ആണ്, ഈ ഒരു ഭാഗവും പെൻഡിങ് ആണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു വളരെ ചെറിയൊരു ക്രോമസോമും കിട്ടും. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ ഓർഡിനറി സ്മോളർ ക്രോമസോംസ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല. ദാറ്റ് വിൽ ബി യൂഷ്വലി ലോസ്റ്റ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ക്രോമസോമാണ് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് ലോസ് ഓഫ് 1 ക്രോമസോമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് 46 വേണ്ടെടുത്ത് നമുക്ക് ഒരെണ്ണം നഷ്ടപ്പെട്ട് 45 ക്രോമസോമേ ഉണ്ടാവുള്ളൂ. ഈ രീതിയിലൊക്കെ ട്രാൻസ്ലോക്കേഷൻ നടന്നാൽ അതിനെ നമ്മൾ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയും. ഓക്കെ.